മെറ്റ പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തടസ്സപ്പെട്ടതിലും വ്യാജ ഉള്ളടക്കങ്ങൾ തടയുന്നതിലെ വീഴ്ചയിലും മെറ്റ ക്ഷമാപണം നടത്തിയിരുന്നു. IT നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ലഭിച്ചുവരുന്ന നിയമപരിരക്ഷ റദ്ദാക്കുമെന്ന് പാർലമെന്ററി സമിതിയും സർക്കാരും കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അശ്ലീല വീഡിയോകൾ നീക്കം ചെയ്യാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ 3 മണിക്കൂറായി ചുരുക്കുകയും ചെയ്തു. ഡിജിറ്റൽ സുരക്ഷ മുൻനിർത്തി വരും ദിവസങ്ങളിലും ഇരുവിഭാഗവും തമ്മിൽ ചർച്ചകൾ നടക്കും. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കർശന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും മെറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ തീരുമാനങ്ങളാണ് പ്രധാനപ്പെട്ടും ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത്? ഇനിയുള്ള തുടർ ചർച്ചകളിലെ എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്കിലെ ഒരു സെൽഫി വീഡിയോ നീക്കിയതുമായി ബന്ധപ്പെട്ടാണ് പ്രധാന വിവാദം തുടങ്ങിയത്. അതിന് പിന്നാലെയാണ് മെറ്റ അധികൃതർ തന്നെ നേരിട്ടെത്തി IT മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ക്ഷമാപണം അറിയിച്ചത്. ഇന്നലെയും ഇത് സംബന്ധിച്ചൊരു കൂടിക്കാഴ്ച നടന്നിരുന്നു. ഇതിനൊപ്പം തന്നെ വിവാദമായ മറ്റ് പല വിഷയങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഈ മെറ്റ പ്ലാറ്റ്ഫോമുകളിലെ അശ്ലീല വിദ്വേഷ ഉള്ളടക്കങ്ങളും വ്യാജ നിർമ്മിത ബുദ്ധി ദൃശ്യങ്ങളും AI വീഡിയോ ഫേക്ക് ആണെങ്കിൽ കൂടി അത് നീക്കുന്നതിൽ മെറ്റയ്ക്ക് വീഴ്ചയുണ്ടാകുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ ആക്ഷേപങ്ങൾ അതിവേഗം പരിഹരിക്കണം എന്നതാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായി മുന്നിൽ വെച്ചിട്ടുള്ളത്. 36 മണിക്കൂറായിരുന്നു ഇത്തരം കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ നേരത്തെ ഉണ്ടായിരുന്ന സമയപരിധി. അത് 3 മണിക്കൂറാക്കി കുറച്ചു എന്നത് പ്രത്യേകം എടുത്തു പറയണം. ഒപ്പം തന്നെ ഇതിലെ അൽഗോരിതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പലതും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചത് ഏതെങ്കിലും രൂപത്തിൽ സാങ്കേതികമായി മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒപ്പം VIP-കൾക്ക് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരുടെ മെറ്റ അക്കൗണ്ടുകൾക്ക് പ്രത്യേക സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ പ്രധാനപ്പെട്ട ചില നടപടികളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയാണ്. ഇന്നലെ നടത്തിയ ചർച്ചയിലും മെറ്റയ്ക്ക് പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നഷ്ടമാക്കിയതിൽ കൃത്യമായി ക്ഷമാപണം പറഞ്ഞിരുന്നു. ഇന്നും ചർച്ചകൾ തുടരുമെന്നതാണ് ലഭിക്കുന്ന വിവരം. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.